ആലുവയിൽ കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജയിലിൽ മർദ്ദനം. വിയ്യൂർ ജയിലിൽ കഴിയുന്ന അസ്ഫ കാലത്തിനാണ് മർദ്ദനമേറ്റത്. ഇയാൾക്ക് തലയ്ക്കും മുഖത്തും പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ജയിലിൽ വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ തടവുകാരൻ മർദ്ദിക്കുകയായിരുന്നു. തടവുകാരനായ കോട്ടയം സ്വദേശി രഹിലാലിനെതിരെ വിയ്യൂർ പോലീസ് കേസെടുത്തു. നടരാജ് പരശുറാം വീണ്ടും ചേരുന്നു. നടരാജ്, എന്താണ് ഈ മർദ്ദനത്തിന് പിന്നിൽ? അജിംസ്, ഇന്നലെ വൈകിട്ടാണ് സംഭവം. ജയിലിലെ വരാന്തയിലൂടെ അസ്ഫ കാലവും അതുപോലെ തന്നെ രഹിലാലും നടന്നു പോവുകയായിരുന്നു. പരസ്പരം മുഖാമുഖം നോക്കിയാണ് ഇവർ നടന്നു പോയിരുന്നത്. അപ്പോഴാണ് രഹിലാൽ അസ്ഫ കാലത്തെ ആക്രമിച്ചത്. രഹിലാലിന്റെ കയ്യിൽ അപ്പോൾ സ്പൂൺ ഉണ്ടായിരുന്നു. ആ സ്പൂൺ കൊണ്ട് അസ്ഫ കാലത്തിന്റെ മുഖത്ത് കുത്തുകയും കയ്യിൽ കുത്തുകയും ഒക്കെ തന്നെ ചെയ്തു. ആ സമയത്ത് അവിടെ പോലീസുകാർ അധികം പേരുണ്ടായിരുന്നില്ല. ഇവർ വന്ന് പിടിച്ചു മാറ്റുമ്പോഴേക്കും 3-4 തവണ അസ്ഫ കാലത്തെ രഹിലാൽ കുത്തിയിരുന്നു. കോട്ടയം സ്വദേശിയാണ് രഹിലാൽ. ഒരു വധക്കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ ജയിലിലാണ്. അസ്ഫ കാലം നമുക്കറിയാവുന്ന പോലെ നാടിനെ നടുക്കിയ ആലുവ പീഡന കേസിലെ പ്രതിയാണ്. 2023 ശീതളപാനീയം നൽകാമെന്ന് പറഞ്ഞൊരു കുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് അസ്ഫ കാലം. ഇയാളെ നീ കുട്ടികളെ പീഡിപ്പിക്കുമല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് രഹിലാൽ ചാടി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ അസ്ഫ കാലത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾക്ക് പിന്നീട് പോലീസ് ചികിത്സയൊക്കെ തന്നെ നൽകി. പോലീസിന്റെ, അതായത് ജയിൽ വകുപ്പിന്റെ പരാതി പ്രകാരം വിയ്യൂർ പോലീസ് ഇപ്പോൾ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. കേസിൽ അന്വേഷണം തുടരുകയാണ്. എന്തായാലും അസ്ഫ കാലത്തിന് മുഖത്തും കൈക്കും പരിക്കുണ്ട്. ഇയാൾക്ക് ചികിത്സ നൽകിയിട്ടുണ്ടെന്ന് വിയ്യൂർ ജയിൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അജിംസ്, നടരാജ്, പറ്റുമെങ്കിൽ ഈ രഹിലാൽ എന്ത് കേസിലാണ് അറസ്റ്റിലായത് എന്ന് കൂടി ഒന്ന് പരിശോധിക്കണം. പിന്നീട് ആ വാർത്ത കൂടി കൊടുക്കാം.